ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഓഫായിരുന്നു. അതായത് എനിക്ക് നൈറ്റും ഇല്ലായിരുന്നു. ഇക്കാക്ക് ഇന്ന് ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് പുറത്തൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഈ വീട് മാറിയിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് അടുക്കള ഗ്രോസറീസ് ആയാലും. അപ്പം നമ്മൾ ഇന്ത്യൻ ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അതിന് നമ്മൾ എഡിൻബറയിലോട്ട് പോകാമെന്നാണ് വെച്ചത്. പിന്നെ ഈ ഒരു തീരുമാനത്തിലോട്ട് എത്തിയപ്പം ഏകദേശം ഒരു ഉച്ചയാകാറായി. പിന്നെ 3 മണിക്ക് കുട്ടികളെ വിളിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും സമയമില്ലായിരുന്നു. പിന്നെ എത്രയും പെട്ടെന്ന് കൈ കിട്ടിയതെല്ലാം വാരി വലിച്ച് ഒരുങ്ങി ഒതുങ്ങി ഇറങ്ങി. പിന്നെ ഇക്കായും പെട്ടെന്ന് തന്നെ റെഡിയായി. ഇക്കാക്ക് വലിയ താമസമൊന്നുമില്ല, പെട്ടെന്ന് ഇവിടെന്ന് റെഡിയാകും. പക്ഷെ ഞാനാണ് സമയം എടുക്കുന്നത്. എന്നിരുന്നാലും ഞങ്ങൾ റെഡിയായി, ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഇറങ്ങി. നല്ല സണ്ണി ബ്രൈറ്റ് ഡേ ആയിരുന്നു കേട്ടോ. പക്ഷെ പുറത്തത് കാണാനല്ല, 3 ഡിഗ്രിയേ ഉള്ളൂ. കാണുന്ന ഭംഗി മാത്രമേ ഉള്ളായിരുന്നു വെയിലിന്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അങ്ങനെ നമ്മളിപ്പം സ്പൈസ് ഒഫീഷ്യലാണുള്ളത് എഡിൻബറയിലുള്ള. നമുക്ക് ഷോപ്പിൽ നോക്കാം. എന്നാ അത് ഏത് മീനാ? ആവോലി സിൽവർ. അങ്ങനെ നമ്മൾ ഫ്രോസൺ മീനിൻ്റെ സെക്ഷനിലോട്ട് പോയി. നമ്മൾ മീനും കാര്യങ്ങളൊക്കെ ഏത് വാങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ നമ്മൾ മത്തി വാങ്ങി. കുറച്ചായി നമ്മൾ മത്തി വാങ്ങിയിട്ട്. അങ്ങനെ എന്തിരുന്നാലും നമുക്ക് മത്തി വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ മത്തി എടുത്തു. പിന്നെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും വെച്ചു. ഏത്തപ്പഴം എടുത്തു. അതങ്ങനെ എടുത്തു. പിന്നെ അച്ചാർ, അത് പിന്നെ മസ്റ്റാണ്. അച്ചാറില്ലാതെ ഇവിടെ ഇറങ്ങില്ല. പിന്നെ പൊടികളും കാര്യങ്ങളും നമ്മൾ എന്താ പറയുക, അരിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ സ്നാക്സ്, അതൊക്കെ ഇവിടെ പോകുമ്പോഴാണ് നമ്മൾ വാങ്ങാറ്. പിന്നെ പപ്പടം. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരുമ്പോഴാണ് ബീഫ് വാങ്ങിക്കാറ്. ഷോപ്പിൽ നമുക്കിവിടെ അസ്റ്റ, അൽദി, ടെസ്കോ ഇവിടെയൊക്കെ ഹലാലാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് വാങ്ങാനൊരു ഇതില്ല. നമ്മൾ ഇങ്ങനെ ഇന്ത്യൻ ഷോപ്പിൽ വരുമ്പോഴാണ് നമ്മൾ ബീഫ് വാങ്ങാറ്. അങ്ങനെ പിന്നെ അത്യാവശ്യം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി. ഒരുപാടൊന്നും വാങ്ങാൻ നിന്നില്ല. മന്ത്ലി നമുക്ക് വാങ്ങാമെന്ന് വിചാരിച്ച് അത്യാവശ്യം കുറച്ച് വാങ്ങി. നമ്മൾ കുറച്ച് ബീഫും എടുത്തു. മേടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഈ സാധനം എല്ലാം നോക്കി ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സമയമായി. അങ്ങനെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവാഫിലോട്ട് പോയി. അവിടെ നിന്ന് ഫുഡ് പാഴ്സൽ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ 3 മണി ഏകദേശമൊക്കെ ആകാറായി. അങ്ങനെ നമ്മൾ അവാഫിയിലെത്തി. ഫുഡ് തുറന്നതേ ഉള്ളായിരുന്നു ഷോപ്പ്. ഫുഡ് പിന്നെ പാഴ്സലിന് വേണ്ടി ഓർഡർ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. എന്നിരുന്നാലും വാങ്ങിച്ചിട്ട് പോയി. നല്ല സണ്ണി ഡേ ആയിരുന്നു. പക്ഷേ എന്നിരുന്നാലും നല്ല ക്ലൈമറ്റ്, തണുപ്പായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ബ്ലോക്കും കാര്യങ്ങളും ഒന്നും തിരിച്ചു പോയപ്പോൾ ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ എത്തിയായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.